മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ എന്ന് പറയും, കുറുകിയ ചാറോട് കറി തയ്യാറാക്കിയിരിക്കുകയാണ് മക്കളെ. നമുക്ക് എങ്ങനെ വേണേലും ഇത് കറി വെക്കാമല്ലോ ഈ ചെമ്മീൻ. പക്ഷേ ഇതേ രീതിയിൽ ഒരു തവണയൊന്ന് വെച്ച് നോക്കൂ മക്കളെ. പിന്നെ ഇങ്ങനെ നമ്മൾ വെക്കുക കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് ഏത് രീതി വേണേലും നമുക്കിത് കറി വെക്കാം, ലൂസായിട്ടോ അല്ലെങ്കിൽ കുറുകിയോ വെക്കാം. അത്രയ്ക്ക് രുചിയാണ്, എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെക്കൂ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 1/2 കിലോ കൊഞ്ച്, ഇതേ വലിപ്പത്തിലുള്ള, അധികം കുഞ്ഞല്ല, എല്ലാം അതിൻ്റെ അതിൻ്റെ പുറത്തോടെല്ലാം ഇളക്കി കളഞ്ഞതിനകത്തൊരു പഴുപ്പ് പോലുള്ള തലയും കളഞ്ഞു, എല്ലാം വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. തലയുടെ കുറച്ച് ഭാഗം നമ്മൾ എടുക്കുന്നുണ്ട്, കണ്ടില്ല പിന്നെ ഇതിൻ്റെ പുറത്ത് ഒരു ഞരമ്പ് പോലൊരു സാധനമുണ്ട്, അത് വലിച്ച് എടുത്ത് നമ്മളതേ ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ഊരിക്കളയണം. അങ്ങനെല്ലാം വൃത്തിയാക്കി കഴുകി വെള്ളമെല്ലാം വാർന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിലേക്ക് പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. 200 ഗ്രാം ചെറിയ ഉള്ളി, ഒരു വലിയ പിന്നെ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 അധികം മൂക്കാത്ത 2 മുരിങ്ങക്കോലും ഒരു 3 പഴുത്ത തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഉള്ളിയാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി, 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ എന്ന് പറയാൻ 3 ടീസ്പൂണാണ് കേട്ടോ മക്കളെ. അപ്പോൾ അതും ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചായിരുന്നു കേട്ടോ. ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂക്കണം. അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വറ്റൽമുളക് നേരത്തെ ഇടേണ്ടതായിരുന്നു. നമ്മൾ ഇഞ്ചി മൂത്ത് കഴിയുമ്പോഴാണ് പിന്നെ ഇടുന്നത് കേട്ടോ. അതിന് മുമ്പേ ഇട്ടാൽ പിന്നെ ഇഞ്ചി മൂക്കാനും പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയാണ് ഈ സമയത്ത് നമ്മൾ ഇടുന്നത്. ഇത് നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്ത് ഇടുന്നത് വഴന്ന് മൂത്ത് വെന്ത് വരണം. അപ്പോഴാണ് ഇതിനെ നമ്മുടെ ഗ്രേവി ആയിട്ട് കൂടുന്നത്. ഈ ചെറിയ ഉള്ളിയാണ് ഇതിന് ഗ്രേവിക്ക് കട്ടി കൂട്ടുന്നത് കേട്ടോ. ഇത് നന്നായിട്ടെല്ലാം മൂപ്പിച്ച് വഴന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും കേട്ടോ. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ കണക്കാക്കി നമ്മൾ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നമ്മൾ ചേർക്കും കേട്ടോ, പിന്നീട് ചേർക്കും. പിന്നെ 1 ടീസ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടി, 1 ടീസ്പൂണേ ചേർക്കാവുള്ളൂ. അധികം കൂടിയാൽ ഇത് ചുവയ്ക്കും കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ ഇങ്ങനെയുള്ള കറികൾക്കൊന്നും അധികം ചേർക്കാൻ പാടില്ല. ടീസ്പൂൺ കണക്കിൽ, ടേബിൾ സ്പൂൺ കണക്കിലൊന്നും വാരി ഇടരുത്. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് കിടന്നതിന് ഉപ്പിട്ടായിരുന്നു കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പിട്ടായിരുന്നു. ഇതെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അത് നേരത്തെ ഇടേണ്ടതായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു കളറ് കുറവാണെന്ന് തോന്നി, അങ്ങനെയാണ് 1/2 ടീസ്പൂൺ കൂടി ഇട്ടു. അങ്ങനെ 1.5 ടേബിൾ സ്പൂൺ നമ്മൾ മുളക് പൊടി ചേർത്തു. ഈ സമയത്താണ് നമ്മുടെ മസാലകളെല്ലാം മൂത്ത് നമ്മുടെ ഉള്ളിക്കകത്ത് പിടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ സവാള ചേർക്കുന്നത്. കാരണം സവാള ഇത് ആദ്യം വെന്ത് അലുത്ത് പോകരുത്. നമുക്ക് കറിക്കകത്തൊരു കഷ്ണമായിട്ട് കിട്ടേണ്ടത് ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് ആ മസാലയ്ക്കകത്ത് കൂട്ടിപ്പരട്ടിയ മസാലകളെ ഇതിനകത്തങ്ങ് ചേർന്ന് അതൊന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അങ്ങ് വഴന്ന് വെന്തില്ല, വഴന്നു വന്നു. ഈ സമയത്താണ് നമ്മൾ പച്ചമുളകും ഇടും. ഈ സമയത്ത് നമ്മൾ നമ്മുടെ മസാലക്കൂട്ട്, അതായത് ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്തത്. നമുക്ക് ഗരം മസാലയോ ഏത് മസാല വേണമെങ്കിലും ചേർക്കാം. നമുക്ക് ഇതിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ആ മസാലയും ചേർത്തെല്ലാം നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് നമ്മുടെ ഈ സവാളയ്ക്കകത്തും ഉള്ളിക്കകത്തും എല്ലാം ചേർന്ന് ഈ സമയത്ത് നമ്മൾ പച്ചമുളകും നമ്മുടെ മുരിങ്ങക്കോലും ഇടുന്നു. മുരിങ്ങക്കോല് വെന്ത് അലുത്ത് പോകുമല്ലോ, ഭയങ്കര വേവ് കുറവുള്ള ഒരു പച്ചക്കറിയാണല്ലോ മുരിങ്ങക്കോല്. അതുപോലെ പച്ചമുളകും വെന്ത് അലുത്ത് പോകും നമ്മൾ നേരത്തെ ഇട്ടല്ലോ. അപ്പോൾ ഇതും നമ്മൾ ഈ ഉള്ളിക്കകത്ത് സവാളയ്ക്കകത്ത് മസാലയ്ക്കകത്തെല്ലാം കൂട്ടിപ്പരട്ടി നന്നായിട്ട് കൂട്ടിപ്പരണ്ട് പിടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഫൈൻ പേസ്റ്റാക്കി അരച്ച തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കും. തക്കാളിയും ചേർത്ത് കൊടുത്ത് നമ്മളിതിനകത്ത് കൂട്ടിപ്പരട്ടി ജസ്റ്റ് ഒന്ന് ആ തക്കാളിയുടെ വെള്ളമാണ്, നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ മസാലയ്ക്കകത്തെല്ലാം കൂട്ടി ചേർന്ന് തക്കാളി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കിയെല്ലാം വെള്ളം തോർന്നിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കും. അതായത് ചെമ്മീൻ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ ചെമ്മീനകത്തെ വെള്ളവും നമ്മുടെ ഈ തക്കാളിയും കൂടെ ചേർന്നാണ് ഈ ചെമ്മീൻ വേവുന്നത് കേട്ടോ.
അപ്പോൾ ഇത് വേറെ വെള്ളം നമ്മൾ ഈ സമയത്ത് ചേർക്കാനേ പാടില്ല. എന്നിട്ടിത് കൂട്ടി പുരട്ടി നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ ആദ്യം ഉപ്പ് ചേർക്കരുത്. ഉപ്പ് കൂടിപ്പോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊഞ്ചിനധികം ഉപ്പ് പിടിച്ചാലും ടേസ്റ്റ് കാണില്ല കേട്ടോ. പിന്നെ നമ്മൾ കറിയൊക്കെ പാകപ്പെട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അടച്ചു വെക്കാം. കൂട്ടി പുരട്ടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമ്മൾ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. അടിക്ക് പിടിക്കും. അങ്ങനെ അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ കൊഞ്ചിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വരും. അങ്ങനെയാണ് നമ്മൾ ഈ വെള്ളത്തിലിരുന്ന് വേണം വേവാനല്ല. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഈ സമയത്ത് കണ്ടില്ലേ, വെള്ളമെല്ലാം ഇറങ്ങി വന്നു. നമ്മുടെ കൊഞ്ച് മുരിങ്ങയ്ക്കായും ആണല്ലോ ഇപ്പം വേവുന്നു. ബാക്കി നമ്മുടെ സവാള എല്ലാം മൂത്ത് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ഒന്നുകൂടെ ഇത് അടച്ച് വെച്ച് പല പ്രാവശ്യം നമ്മൾ അടച്ചും തുറന്നും വെച്ച് നമ്മുടെ എന്താ പച്ചമുളകും വെന്തു, നമ്മുടെ മുരിങ്ങക്കോലും വെന്തു. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കൊഞ്ചും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ 2ാം പാലാണ്. 1ാം പാലല്ല, 2ാം പാല്. അത് ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലാണ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്തു. കാരണം കൂടുതൽ വെള്ളമായി പോയാലോ, നമ്മളിവിടെ 3 പേരേ ഉള്ളൂ. അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്താൽ മതി. നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും 2ാം പാലും ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക. ഒരു 2-3-4 മിനിറ്റ്, മൊത്തം ഒരു 20 മിനിറ്റോളം നമ്മൾ ഇതിൻ്റെ മൂപ്പീരും എല്ലാം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വെന്തെല്ലാം ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ 1ാം പാലും ഒഴിച്ചു കൊടുത്ത് കൂട്ടി യോജിപ്പിച്ച് നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ആയി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കി ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വെണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചേർത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കോലും പച്ചമുളകും നമ്മുടെ എല്ലാം വെന്തു നല്ല പാകമായിട്ടുണ്ട്. കണ്ടില്ലേ, കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കറി അങ്ങ് കുറുകി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ നമുക്ക് ഇത്രയും മതി. കുറച്ച് ആൾക്കാരേ ഉള്ളല്ലോ. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതിനകത്തിന് പിഴുപുളി ഒന്നും ചേർക്കില്ല കേട്ടോ. നമ്മൾ തക്കാളി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം മക്കളെ. ഈ ഒരു കറി മതി ചോറ് കഴിക്കാനും. ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, അപ്പം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ മക്കളെ. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം ഇതേ രീതിയിൽ. അപ്പം മനസ്സിലാവും നമുക്ക് വീണ്ടും ഇങ്ങനെ ചെയ്യാം. വേറെ ഒത്തിരി ചേരുവകളൊന്നുമില്ല. അത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്കും കൂടെ ചെയ്യണേ മക്കളെ. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യണം. ഓൾ എന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിലേ അമ്മയിടുന്ന വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ മക്കളെ എല്ലാവർക്കും അമ്മയുടെ നന്ദി, നമസ്കാരം.